2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ ആര് വനവാസത്തിന് പോകും, ആര് ചില സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും കാത്തിരിക്കുന്നത്. അല്ലാതെ കേരളം ആര് ഭരിക്കുമെന്നല്ല. രണ്ട് പ്രമുഖർ തമ്മിലുള്ള വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ SNDP സമുദായത്തിൻ്റെ മുതലാളി വെള്ളാപ്പള്ളി നടേശനും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന VD സതീശനും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ച് നടക്കുന്ന എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് VD സതീശന് വെള്ളാപ്പള്ളി നടേശൻ. ഒരു കാര്യം മനസ്സിലാക്കുക, വെള്ളാപ്പള്ളി അങ്ങനൊന്നും പരിഹസിക്കണ്ട. VD സതീശൻ മുഖ്യമന്ത്രിയായി എന്ന് വരാം. അപ്പോൾ VD സതീശനെ കാണാനായിട്ട് ചിലപ്പോൾ വെള്ളാപ്പള്ളിക്ക് മുൻകൂർ സമയം എടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും. അതുകൂടി ഓർക്കുക. ഈഴവ സമുദായത്തിന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ പരക്കെയുള്ള പരാതി. ഇപ്പോഴാ കോൺഗ്രസിന് ഉള്ള MLA-മാരിൽ ആകെ ഒരു MLA മാത്രമാണ് SNDP-ക്കുള്ളത്. അത് തൃപ്പൂണിത്തറയിൽ നിന്ന് K. ബാബു. 2021 സ്വരാജിനെ പകരം വീട്ടി എത്തിയതാണ്. 2016 സ്വരാജ് ഇറങ്ങി ആ LDF തരംഗത്തിലങ്ങ് കയറിപ്പോയി. 21 നല്ല മധുരമായ പ്രതികാരം വീട്ടുകയും ചെയ്തു ബാബു. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകുന്ന അതൃപ്തി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. SNDP-യെ എല്ലാ കാലത്തും പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് LDF പറ്റിക്കുന്നു എന്ന് പറയുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളാപ്പള്ളി ആർക്ക് വേണ്ടിയാണ് രംഗത്ത് വന്നിരിക്കുന്നതെന്ന് സംശയമുണ്ട്. വെള്ളാപ്പള്ളി പലതും പറയും. വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളി എന്ന വ്യക്തിയല്ല, SNDP സമുദായത്തിൻ്റെ മുതലാളി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെ പറയുന്നുണ്ട്, മലപ്പുറത്തെ പറയുന്നുണ്ട്, അങ്ങനെ എല്ലാറ്റിനെയും പറയും. ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ പറയുന്നു. കോൺഗ്രസ് വേണ്ട തരത്തിൽ SNDP-ക്ക് പരിഗണന നൽകാറില്ല. അങ്ങനെ പരിഗണന നൽകാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയൊക്കെ നേരിടേണ്ടി വരുന്നതെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. 100 സീറ്റുമായിട്ട് അധികാരത്തിലെത്തുമെന്ന് VD സതീശൻ പറയുമ്പോൾ വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുകയാണ്. അതും VD സതീശൻ്റെ മണ്ഡലത്തിൽ നാട്ടിൽ ചെന്ന് പറവൂരിൽ ചെന്ന് പരസ്യമായി വെല്ലുവിളിയാണ്. തോൽപ്പിച്ച് കാണിച്ചു തരാമെന്നും പറഞ്ഞു. 100 സീറ്റ് പോയിട്ട് വേണ്ട, ഞാൻ 2 എണ്ണം കുറച്ചിരിക്കുന്നു, 98-ലെത്തുക. 98-ലെത്തിയാൽ ഞാൻ SNDP സ്ഥാനത്ത് നിന്ന് രാജിവെക്കാം. അത് വലിയ കാര്യമൊന്നുമല്ല. SNDP-യുടെ അമരക്കാരനായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലമായില്ലേ. ഇനി അതിനകത്ത് കടിച്ചു തൂങ്ങി കിടക്കണം. അപ്പോൾ ചിലപ്പം സ്വയം പിരിയാനായിട്ട് തീർച്ചപ്പെടുത്തിയതാകും. അപ്പോൾ അതിന് ഈ VD സതീശൻ്റെ മേൽ പഴിയാരി അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ 97 സീറ്റ് ആയാൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. 97 ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ VD സതീശന് ഭരിക്കുകയും ചെയ്യാം, വെള്ളാപ്പള്ളിക്ക് SNDP-യുടെ സ്ഥാനത്തിരിക്കുകയും ചെയ്യാം. 98 വരെ പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. ഈ VD സതീശൻ പലയിടത്തും പ്രതിജ്ഞ എടുത്തു കളയും. നിലമ്പൂരിൽ പ്രതിജ്ഞ എടുത്തായിരുന്നു, അവിടെ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ പ്രതിപക്ഷ സ്ഥാനം ഒഴിയാം എന്ന്. അപ്പോൾ എന്തായാലും ഈ VD സതീശനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഒരു വലിയ മത്സരം തന്നെയായിരിക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടത്. വെള്ളാപ്പള്ളി എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ വിമർശിച്ചിട്ടുണ്ട്. പഞ്ചാര കാണിച്ച് SNDP-യെ വഞ്ചിച്ചിട്ടുള്ള ആളല്ലേ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ വിമർശിക്കുന്നില്ലേ, മലപ്പുറത്തിനെ വിമർശിക്കുന്നില്ലേ. പക്ഷെ വ്യക്തിപരമായിട്ട് വെള്ളാപ്പള്ളിക്ക് ആരോടും അങ്ങനെ ഒരു വെറുപ്പില്ല. SNDP-യുടെ മുതലാളി എന്നുള്ള രീതിയിലാണ് വിമർശിക്കുന്നത്. ഈ കഴിഞ്ഞ നമുക്കറിയാം, കുറേ നാളുകളായിട്ട് മലപ്പുറത്തിനും ലീഗിനുമെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് അമിത അധികാരം ഉണ്ടാകും, അധിക പ്രീണനവും കിട്ടുമെന്ന് വെള്ളാപ്പള്ളിക്ക് നല്ല പോലെ അറിയാം.
ഞങ്ങൾ ഒരാൾ ഉണ്ടായിരുന്ന ആളിനെ നിങ്ങൾ അനാരോഗ്യമെന്നുള്ള പേര് പറഞ്ഞു വിട്ടില്ലേ, കെ സുധാകരനെ. പക്ഷേ UDF കൺവീനറായിട്ട് അടൂർ പ്രകാശിന് കൊടുത്തിട്ടില്ലേ. അതുകൊണ്ടും തൃപ്തിയാകുന്നില്ല. ഇനിയിപ്പോൾ സീറ്റ് വിഭജനം വരുമ്പോൾ SNDPക്ക് എത്ര കൊടുക്കും എന്നുള്ളതും വെള്ളാപ്പള്ളിക്ക് അറിയണം. ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും ലീഗ് 2011 പോലല്ല 2026 നേരിടാൻ പോകുന്നത് ഒരു 6 മന്ത്രിമാരെയെങ്കിലും ചോദിക്കും, പ്ലസ് ഉപമുഖ്യമന്ത്രി. അത് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഓർക്കണം, കുഞ്ഞാലിക്കുട്ടിയും സംഘവും, അതായത് മുസ്ലിം ലീഗ് മുഴുവൻ നിലമ്പൂരിൽ ഇറങ്ങി പ്രയത്നിച്ചത് എന്തിനു വേണ്ടിയാണ്? നിലമ്പൂരിൽ ഉണ്ടാക്കിയ ഒരു റിസൾട്ട്, ആ റിസൾട്ട് കേരളം മുഴുവൻ വ്യാപിപ്പിക്കണം, അതിനുവേണ്ടിയാണ്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഒരു UDF തരംഗം, ഒരു കോൺഗ്രസ് തരംഗമുണ്ട് എന്ന്. കുഞ്ഞാലിക്കുട്ടി അവിടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എന്നുള്ളതാണ്, എല്ലാ വീടുകളിലും. കുഞ്ഞാലിക്കുട്ടി ഓർക്കണം, സാദിഖലി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിലെ അടുത്ത സ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്കാണ്. അങ്ങനെയുള്ള കുഞ്ഞാലിക്കുട്ടി നിലമ്പൂരിലെ എല്ലാ മണ്ഡലത്തിലും കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ജനം അതങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നുമല്ല, കേരളത്തിൽ 26 ഭരണം പിടിക്കണം എന്നുള്ള ഒരു വാശി കൊണ്ടാണ് ലീഗ് അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചത്. ആ ലീഗ് എന്തായാലും പലിശ സഹിതം 26 അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ചോദിച്ചു വാങ്ങുകയല്ല, പിടിച്ചെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. കോൺഗ്രസ് ഓച്ചാനിച്ച് നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, മുഖ്യമന്ത്രി സ്ഥാനം വരെ കൊണ്ടുപോകും. ലീഗ് അതിലും നോട്ടമുണ്ട്. ലീഗ് നോട്ടമിട്ടു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുമെന്നർത്ഥം. കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ കപ്പാൻ മടിക്കുന്നു തരം വരുമ്പോൾ എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ, തരം കിട്ടുമ്പോൾ ലീഗ് കയറിയെടുക്കും. അത് ചോദിക്കുകയും പറയുകയോ ഒന്നുമില്ല. ഇത് വെള്ളാപ്പള്ളിക്ക് നന്നായിട്ട് അറിയാം, ലീഗ് കേരളം ഭരിക്കും എന്നുള്ളത്. അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കുന്നതിനു വേണ്ടി വെള്ളാപ്പള്ളി നടത്തുന്ന ഒരു വലിയ ആസൂത്രണമാണ് പിണറായി വിജയനുമായിട്ട്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ വോട്ടുകൾ പലതും BJPയിലേക്കും പോകും എന്നുള്ളതും കൂടി അറിയണം. വെള്ളാപ്പള്ളിക്ക് അവിടെയും വേണം, BJPയും വേണം, LDFും വേണം. കേരളത്തിൽ LDF, കേന്ദ്രത്തിൽ BJP. അതാണല്ലോ BDJS ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. BDJS രൂപീകൃതമായതിന് ശേഷം കേരളത്തിൽ അവർ മത്സരിച്ചിട്ടുള്ള നിയമസഭാ സീറ്റുകളിലൊക്കെ തന്നെ UDFന് പരാജയം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഓരോ മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ഈ ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസ്സുകാർ എങ്ങനെ മാറുമെന്നുള്ളതാണ്. ഒരു കോൺഗ്രസ് നേതാവും വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞിട്ടില്ല, പറയില്ല. VD സതീശൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. അപ്പോൾ പക്ഷേ VD സതീശൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൃഢതയോടുകൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. ആ പറച്ചിലെല്ലാം ഉണ്ട് എന്ന് സാരം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളാപ്പള്ളി ഇവർക്ക് കൊടുക്കുന്ന ആ ഭീഷണിക്ക് മുന്നിൽ ഒരു കോൺഗ്രസ് നേതാവും മറുപടി പറയുന്നില്ല, പറയില്ല. കാരണം അതങ്ങനെയാണ്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും നിർണായകമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് തങ്ങൾക്ക് തോൽവി സംഭവിച്ചാലോ എന്നും കോൺഗ്രസ്സുകാർ ഭയക്കുന്നുണ്ട്.